അല്പം ഈഗോ തലയ്ക്ക് പിടിച്ച് പരസ്പരം തല്ലി പിരിഞ്ഞില്ലായിരുന്നെങ്കിൽ മോന്റെ മാണുവിന്റെ കഴുത്തി കിടക്കുന്ന ആ മിന്നുണ്ടായിരുന്നല്ലോ, ദാ ഇവിടെ ഈ കഴുത്തി കിടക്കേണ്ട ഐറ്റം ആയിരുന്നു. അല്ല, അതിലെനിക്ക് നിരാശയൊന്നുമില്ല. ഒന്ന് മനസ്സ് വെച്ചാ അതിന് ഇനി സമയമുണ്ടെന്ന് തന്നെയാ എന്റെ വിശ്വാസം. എന്താ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കൂട്ടുകാരാ? അല്ല, കൂട്ടുകാരനും അതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് കൂട്ടിക്കോ. എന്താ? യു ബ്ലഡി. ഏയ്, കൂൾ കൂൾ, ചൂടാകാതെ മോനെ. ചേച്ചി ഒന്ന് തമാശതല്ലേ. തൽക്കാലം വല്ലവരുടെയും കാര്യത്തിൽ തലയിടാതെ മോൻ ചെല്ല്. നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇപ്പോ ഞാൻ അല്പം ബിസിയാ. ആ പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് മോനൊന്ന് അന്വേഷിച്ചേക്കണേ. ബൈ. തനിക്ക് പെണ്ണായ മാണുവിന്റെ ലൈഫിൽ കിടന്ന് മാക്സിമം വിളയാടാം. പക്ഷെ ജോബിന് മറ്റൊരു സ്ത്രീയുമായി ഫ്രണ്ട്ഷിപ്പ് പാടില്ല. അത് എവിടുത്തെ മര്യാദയാടോ? അല്പം ഈഗോ തലയ്ക്ക് പിടിച്ച് പരസ്പരം തല്ലി പിരിഞ്ഞില്ലായിരുന്നെങ്കിൽ മോന്റെ മാണുവിന്റെ കഴുത്തി കിടക്കുന്ന ആ മിന്നുണ്ടായിരുന്നല്ലോ, ദാ ഇവിടെ ഈ കഴുത്തി കിടക്കേണ്ട ഐറ്റം ആയിരുന്നു. ഒന്ന് മനസ്സ് വെച്ചാ അതിന് ഇനി സമയമുണ്ടെന്ന് തന്നെയാ എന്റെ വിശ്വാസം. എന്താ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കൂട്ടുകാരാ? അല്ല, കൂട്ടുകാരനും അതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് കൂട്ടിക്കോ. എന്താ? അലീന എന്തുദ്ദേശാവും അങ്ങനെ പറഞ്ഞത്? മാണുവിനോട് എനിക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നുവെന്ന് മാണു എപ്പോഴെങ്കിലും ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടാവോ? ഡോക്ടർ അത് അലീനയോട് ഷെയർ ചെയ്തിട്ടുണ്ടാവോ? ജോക്കുട്ടാ, നീ തനിച്ചാണോ വന്നേ? ഞാനിവിടുന്ന് തനിച്ചല്ല അമ്മച്ചി പോയത്. അപ്പൊ തിരിച്ചു വരുന്നതും തനിച്ച് തന്നെ വേണമല്ലോ. പോടാ കൊച്ചനെ, നീ തമാശ കളാ. എന്നാടാ നീ അവളെ പോയി കൂട്ടിക്കൊണ്ടുവരാത്തെ? ആരെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം അമ്മച്ചി പറയുന്നത്? എടാ ചെറുക്ക, നീ എൻ്റെ ഇന്ന് വാങ്ങി കൂട്ടുവേ, പറഞ്ഞേക്കാം. നിന്റെ കെട്ടിയോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യമാ ഞാൻ ചോദിച്ചത്. നീ ഇന്ന് അവളെയും കൊണ്ട് വരുമെന്നാ ഞാനും ഡേയ്സും ഒക്കെ പ്രതീക്ഷിച്ചത്. എന്നതാ, നീ അവളെ ചെന്ന് വിളിച്ചില്ലായിരുന്നോ? ഓ, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവളെ ഉത്തരവാദിത്വത്തോടെ കൊണ്ടുവന്ന് അവളുടെ വീട്ടിലാക്കാൻ മമ്മി പറഞ്ഞു. ഞാനതനുസരിച്ചിട്ടുണ്ട്. ഇനി അവൾക്ക് വേണമെങ്കിൽ അവളുടെ വീട്ടുകാരെങ്കിലും തിരിച്ചു കൊണ്ടുവന്ന് വിടട്ടെ. അല്ലാതെ മാപ്പ് പറയാനും ക്ഷണിക്കാനും അമ്മച്ചിയുടെ ജോക്കൂട്ടം പോവില്ല. അതിനുവേണ്ടി ആരിനി പട്ടിണി കിടന്നാലും ആരൊക്കെ എന്നെ തല്ലിയാലും ഡോക്ടർ ജോബിൻ ആ നാണം കെട്ട പരിപാടിക്ക് പോവില്ല. കാരണം ഞാനേ നല്ല അപ്പന് പറഞ്ഞ മോനാ. എന്റെ മമ്മിയും നല്ല അന്തസ്സും ആത്മാഭിമാനമുള്ള സ്ത്രീയാ. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരുടെയും കാല് പിടിച്ച് യാചിക്കാൻ പോണ്ടെന്നാ അവരെന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി ഞാൻ അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാത്തതുകൊണ്ട് ആരും ഇവിടെ നിന്ന് പിണങ്ങി ഇറങ്ങി പോണ്ട. അങ്ങനെ ഇറങ്ങേണ്ടി വന്നാ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഞാനായിരിക്കും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുവരെ എല്ലാരും ഒന്ന് ക്ഷമിക്കാൻ അമ്മച്ചി ഒന്ന് പറയണം. എന്നതാടാ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ, അതൊക്കെ പോട്ടെ. നീ വല്ലതും കഴിച്ചായിരുന്നോ? വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. അയ്യോ, എനിക്ക് വേണ്ട. എന്റെ മമ്മി വിളമ്പിത്തരുന്ന ഭക്ഷണേ ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളൂ. ഇപ്പൊ മമ്മിയല്ല,
കുക്കാണ് പോലും ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതെനിക്ക് ശരിയാവില്ല അമ്മച്ചി. ഗുഡ് നൈറ്റ്. എന്നതാടി ഡേസമോ അവനൊരുമാതിരി മുള്ളും മുനെ വെച്ച് സംസാരിക്കുന്നേ? നിങ്ങൾ തമ്മി പിന്നെയും പിണങ്ങിയോ? എന്താ ഗീത, അപ്പനെ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ലെന്നേ, ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. താൻ ടെൻഷൻ ആവാതെ. ഫോൺ ചിലപ്പോൾ ചാർജ് തീർന്ന് ഓഫായിട്ടുണ്ടാവും. നേരത്തെ വിളിച്ചപ്പോൾ റിംഗ് ഉണ്ടായിരുന്നു. അപ്പോഴെങ്കിലും അപ്പുന് കോൾ എടുത്ത് കാര്യം പറയായിരുന്നില്ലേ? ഈ അപ്പു ഇത് എവിടെ പോയി? താൻ മാളുവിനെ വിളിച്ചു നോക്കിയോ? ചിലപ്പോ അപ്പു അവളുടെ അടുത്തുണ്ടാവും. ഇല്ലെന്നേ, ഞാൻ മാളുവിനെ വിളിച്ച് ചോദിച്ചു. അപ്പു അവിടെ ചെന്നിട്ടില്ല. എവിടെയായിരുന്നു അപ്പു നീ ഇതുവരെ? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ച് അടങ്ങുന്നുണ്ടോ? എന്താ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക്? വിളിച്ച ഫോണും എടുക്കില്ല, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എവിടെയെങ്കിലും തെണ്ടി നടക്കും. ഓരോരുത്തരും ലോകത്തിലുള്ള എല്ലാവരും ശത്രുക്കളാക്കി വെക്കുകയും ചെയ്യും. ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കാൻ പേടിയില്ലേ നിനക്ക്? ആണെന്നുള്ള അഹങ്കാരാണോ? എങ്കിൽ ഓർത്തോ, ശരീരം കൊണ്ട് നീ ഇപ്പോഴും ഒരു പെണ്ണ് തന്നെയാ. അത് മറക്കണ്ട. എന്താ എന്താ അമ്മ പറഞ്ഞത്? കൊള്ളാം. അപ്പൊ ഇത്രയും നാളും അമ്മയുടെ മനസ്സിൽ ഇത് തന്നെയായിരുന്നല്ലേ? ഞാൻ ഇപ്പോഴും ഒരു പെണ്ണാണെന്ന് അമ്മ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നന്നായി, ഓർമ്മിപ്പിച്ചതിൽ നന്ദിയുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ? വേണ്ട, ഇനി അത് വിശദീകരിച്ച് വഷളാക്കണ്ട. മനസ്സിലുള്ളത് എന്താന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ തന്നെ ധാരാളോ? ആണാണെന്ന് ഞാൻ എത്ര അഹങ്കരിച്ചിട്ടും ആത്മവിശ്വാസം കൊണ്ടിട്ട് കാര്യമില്ലെന്ന് അതല്ലേ അമ്മ ഉദ്ദേശിച്ചത്? അപ്പോ എന്റെ ഒപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞതോ? അപ്പോ ഗീത പെട്ടെന്നുള്ള ദേഷ്യത്തിന് നീ അത് സീരിയസ് ആക്കണ്ട. നീ ലേറ്റ് ആയതുകൊണ്ട് ആകെ ടെൻഷനിലായിരുന്നു അമ്മ. പിന്നെ വിളിച്ചപ്പോൾ നീ ഫോണും എടുത്തില്ലല്ലോ. അതിൻ്റെ ഒരു ദേഷ്യവും സങ്കടവും കൊണ്ട് അമ്മ അങ്ങനെയൊക്കെ. മനസ്സിലായി വി പി, എല്ലാം മനസ്സിലായി. വി പിയുടെ മനസ്സിൽ ഇതുപോലൊക്കെ തന്നെ ആവുമല്ലോ ഞാൻ ബയോളജിക്കലി പെണ്ണാണെന്ന്. അതുകൊണ്ട് ഒരു പെൺകുട്ടി പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ബാധകമാണെന്ന്. ഇനി മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം. പോരെ? ഗീത, ഹലോ അപ്പു, നീ എവിടെയായിരുന്നു? എന്താ ഞാൻ വിളിച്ചിട്ട് നീ കോൾ എടുക്കാത്തെ? സോറി ഡിയർ, ഞാൻ അല്പം തിരക്കിലായിരുന്നു. നീ എന്താ വിളിച്ചേ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലെ ഞാൻ സംസാരിക്കാനുള്ളൊരു മൂഡിലല്ലായിരുന്നു. പിന്നെ ഇന്ന് തന്നെ വിളിച്ചപ്പോൾ ലൈനിൽ കിട്ടിയതുമില്ല. ആൻറ്റിയെ വിളിച്ചപ്പോൾ നീ എവിടെ പോയതാന്ന് ആൻറ്റിക്കും അറിയില്ലെന്ന് പറഞ്ഞു. എനിക്ക് അത്യാവശ്യം 1-2 പേരെ കാണാനുണ്ടായിരുന്നു. അതിൻ്റെ തിരക്കിലായിരുന്നു. കേസിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണോ അപ്പോൾ? അതെ. മിനിസ്റ്റർ കണ്ടിട്ട് ഫോളോ അപ്പ് വല്ലതും ഉണ്ടായോ? കാര്യങ്ങൾ മിനിസ്റ്ററിന്റെ PA അമലേച്ചയെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് CM-നെ DGPയും ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്വേഷണം വേഗത്തിലാവണമെന്ന് CM-ന്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ DGPക്ക് നൽകിയിട്ടുണ്ട്. മിക്കവാറും ഫിലിപ്പോസ് ഉടനെ കുരുക്കിലാവും. പിന്നെ എന്താ നിന്റെ വിശേഷം? ഓ, ഇവിടെ എന്ത് വിശേഷം? നീ അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരാന്ന് കരുതി വിളിച്ചതാ. ഇനിയിപ്പോ വരുന്നില്ല. ആ പിന്നെ ഡെയ്സി ആൻറ്റി വിളിച്ചിരുന്നു. ആഹാ, എന്നിട്ട് നീ അതിപ്പോഴാണോ പറയുന്നത്? എന്നിട്ട് എന്തായി? ആൻറ്റി എന്താ പറയുന്നത്? ഞാൻ സംസാരിച്ചില്ല അപ്പോ, അമ്മയാ സംസാരിച്ച. അതെന്താ ആൻറ്റി നിന്നെ വിളിക്കാതെ അശ്വതി ആൻറ്റി വിളിച്ചേ? എന്നെ വിളിച്ചിരുന്നു. ഞാൻ
ഞാൻ അറ്റൻഡ് ചെയ്തില്ല. ആ അത് പറ. അപ്പൊ നീ മസിലിട്ടതാ. എന്നിട്ട് ഡെയ്സി ആൻറ്റി എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ സംസാരിക്കാത്തോണ്ടാവും. പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. ചിലപ്പോ ആൻറ്റി ഡോക്ടർ പറഞ്ഞിട്ട് വിളിച്ചതാവും. ഏയ്, അങ്ങനെയാവാൻ വഴിയില്ല. അപ്പോൾ ഡോക്ടർക്ക് എന്നെ നേരിട്ട് വിളിക്കാമല്ലോ. ആൻറ്റി ടെൻഷൻ കയറി വിളിച്ചതാ. നീ വിഷമിക്കണ്ട. നാളെ ഞാൻ എന്തായാലും നിന്റെ ഡോക്ടറെ ഒന്ന് കാണുന്നുണ്ട്. എന്തിനാ അപ്പു? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ എനിക്ക് വേണ്ടി. ഹലോ, അതൊന്നും നീ അറിയണ്ട. ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. രണ്ടുപേരുടെയും പ്രശ്നം എന്താണെന്നൊന്ന് അറിയണമല്ലോ. ശരി മാളു, ഞാൻ വിളിക്കാം. ഒന്ന് ഫ്രഷ് ആവട്ടെ. വന്നതേ ഉള്ളൂ. വന്നപാടെ അമ്മയായിട്ടൊന്ന് ഉടക്കി. എന്തു പറ്റി? ലേറ്റായതിന് പാവം ദേഷ്യപ്പെട്ടതാ. ഞാനൊന്ന് ചൊറിഞ്ഞ് വഷളാക്കി. അതിന്റെ ചളുപ്പ് മാറ്റാനെ ഞാനൊന്ന് വിളിച്ചേ. സാരമില്ല, അമ്മ ഇത് സീരിയസ് ആയിട്ടൊന്നും എടുക്കില്ല. ശരിടാ, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വിളിക്കാം. ഓക്കെ. ഗീത, എന്താടോ ഇത്? അത് ഇനിയും മനസ്സിന്ന് കളഞ്ഞില്ലേ താൻ? എന്നാലും എന്തിനാ ഞാൻ അപ്പുവിനോട് അങ്ങനെ പറഞ്ഞത്? ഒരിക്കലും ആ രീതിയിൽ അപ്പുവിനോട് ഞാനങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അത് ശരിയാണ്. തൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ പാടില്ലാത്തതാണ്. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങനെ സംഭവിച്ചു പോയില്ലേ. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? താനതൊരിക്കലും മനഃപൂർവ്വം അപ്പുവിനെ ഇൻസൾട്ട് ചെയ്തതല്ലെന്നും അപ്പോഴത്തെ ദേഷ്യത്തിന് പറ്റിപ്പോയതാണെന്നും അപ്പുവിന് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും തൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കമൻറ്റ് അത് അപ്പു ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അതാ പറ്റിയത്. അങ്ങനെ ഞാൻ പറഞ്ഞു പോകുന്ന ഞാനും ഒട്ടും വിചാരിച്ചതല്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ദേഷ്യം, ഇനി ആരെങ്കിലും ഉപദ്രവിച്ചോ എന്നുള്ള ടെൻഷൻ. ആതിരയുടെ കാര്യം കൂടി ഓർത്തപ്പോ ഞാൻ പെട്ടെന്നൊരു പെൺകുട്ടിയുടെ അമ്മയായിപ്പോയി. VP, അപ്പു നമ്മുടെ പഴയ അപ്പു ആണെന്ന് കരുതിപ്പോയി. എന്ത് അവിവേകമാണ് ഞാൻ കാണിച്ചത്. ഒരിക്കൽ നമ്മൾ റിയാലിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാലത്തേക്കും ആ സത്യം അംഗീകരിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്തേ പറ്റൂ. എന്നെ സംബന്ധിച്ച് റിയാലിറ്റി അംഗീകരിക്കാത്തതായിരുന്നു പ്രശ്നം. പക്ഷേ വൺസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായപ്പോൾ അപ്പുവിൻ്റെ പാസ്റ്റ് എന്തായിരുന്നു ഇപ്പോൾ ഞാൻ ഓർക്കാറിയില്ല. ഏത് ഉറക്കത്തു നിന്ന് ഉണർന്നാലും ആൺകുട്ടിയായിട്ടല്ലാതെ അപ്പുവിനെ ഇപ്പം എനിക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. അതുകൊണ്ട് തന്നെയാവും അപ്പുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്രയും വേഗം തുടങ്ങിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പു ഉറങ്ങിക്കാണോ VP? ഞാൻ പോയൊരു സോറി പറഞ്ഞിട്ട് വന്നാലോ? അപ്പു ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്നിനി താൻ അപ്പുവിൻ്റെ അടുത്തേക്ക് പോകണ്ട. നാളെ ഉണരുമ്പോൾ അപ്പനോട് കാര്യമായിട്ട് സംസാരിച്ചാൽ മതി. ആളെ ഓക്കെ ആയിക്കോളും. ഇന്ന് താൻ ഇനി അതിനു വേണ്ടി എത്ര ശ്രമിച്ചാലും അപ്പുവിൻ്റെ മനസ്സ് കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആവുകയുള്ളൂ. താനും ഇമോഷണൽ ആവും. അതുകൊണ്ട് സോറി പറച്ചിലൊക്കെ നമുക്ക് നാളെ ആവാം. ഇപ്പോൾ സ്വയം ആലോചിച്ച് പ്രഷർ കൂട്ടാതെ കിടക്കാൻ നോക്ക്. കിടന്നോ, ഞാൻ ഗേറ്റൊക്കെ അടച്ചിട്ട് വരാം. അപ്പൊ നിന്നെ കാണാൻ വന്നെന്നോ? അതെന്തിനാ? അതെന്തിനാണെന്ന് ചോദിച്ചാ അന്വേഷണ കമ്മീഷനാണ് മോനെ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകിൽ നിന്നെ ഫോളോ ചെയ്യാൻ മാണു അപ്പുവിനെ എൻഗേജ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ തന്റെ കാമുകിയുടെ ഭർത്താവ് വഴിതെറ്റി പോകുന്നുണ്ടോന്നറിയാൻ ആത്മാർത്ഥതയുടെ നിറകുടമായ അപ്പുകുട്ടൻ സ്വയം ഇൻസ്പെക്ടർ ഗരുഡാവുക. ഒന്നുമല്ല, അപ്പു വളരെ യാദൃശ്ചികമായിട്ട് നിന്നെ കണ്ടതായിരിക്കും. പിന്നെ യാദൃശ്ചികം ആരോടാ ഈ പറയുന്നേ? അതെ, ഒരാളെ നമ്മൾ യാദൃശ്ചികമായി കാണുന്നതും കാത്തുനിന്ന് കാണുന്നതിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടാൽ തിരിച്ചറിയാനുള്ള വകതിരിവൊക്കെ നിന്റെ ഈ കൂട്ടുകാരിക്കുണ്ട്. അപ്പോ നമ്മുടെ രണ്ടാളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുന്നതും
നീ എന്നോട് ദേഷ്യപ്പെട്ട് പോകുന്നതൊക്കെ കണ്ടിട്ട് തന്നെയാ എന്റെ അടുത്ത് അംഗം കുറിക്കാൻ വന്നത്. എന്നിട്ട് താനെന്ത് പറഞ്ഞു അപ്പുവിനോട്? ആദ്യമൊക്കെ ഞാൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറി. പക്ഷേ നമ്മൾ അങ്ങനെ പിടികൊടുക്കാതെ വഴിയൊതുങ്ങി നിൽക്കുകയാണെന്ന് കണ്ടപ്പോ അവന്റെ ഒരുമാതിരി ഷോ ഓഫ് അതങ്ങോട്ട് വകവെച്ച് കൊടുക്കാൻ തോന്നിയില്ല. അവൻ പറയാ നമ്മൾ തമ്മിൽ കാണുന്നതിന് മുന്നേ മാളു നിന്റെ ജീവിതത്തിലേക്ക് വന്നതാണെന്ന്. എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞത് കേട്ടപ്പോ അവന്റെ മുഖത്തിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. എന്നാടാ നിന്റെ ലൈഫിലേക്ക് മാളു വരാൻ തുടങ്ങിയത്? അതിനു മുമ്പേ വന്നതല്ലേ ഞാൻ. അതൊന്നും അപ്പൂനോ മാളൂനോ അറിയില്ലല്ലോ. മാളുവിനെ അറിയില്ലായിരിക്കും, പക്ഷെ അപ്പൂന് ഞാൻ അതൊക്കെ ഭംഗിയായിട്ട് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഏയ് അലീന, നീ എന്തൊക്കെയായി പറയുന്നേ? അതേടാ, അപ്പൂന്റെ ജാടയും പോരും ഒക്കെ കണ്ടപ്പോ സംഗതി എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാനുള്ള കാര്യം അങ്ങ് പറഞ്ഞു. എന്ത് കാര്യം? നമ്മൾ തമ്മിൽ മെഡിസിൻ ഒന്നിച്ചു പഠിച്ചതാണെന്നും പിന്നെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ. മൈ ഗോഡ്, താൻ എന്ത് മണ്ടത്തരായി കാണിച്ചത്? അപ്പോ അതറിഞ്ഞാൽ ഉറപ്പായിട്ട് മാളുവിനോട് പറയും. പഠിക്കുന്ന കാലത്ത് കൂടെ പഠിക്കുന്നവരോട് പരിചയവും പ്രേമവും ഒക്കെ തോന്നുന്നതേ ലോകത്ത് നിനക്ക് മാത്രമല്ല മോനെ. അങ്ങനെ പ്രേമിച്ചവരൊക്കെ പിന്നീട് ഭാര്യയോടും ഭർത്താവിനോടും ദേ ഇതായിരുന്നു എന്റെ എക്സ് ലവർ എന്ന് പറയാറുമുണ്ട്. അവരൊന്നും ഇന്നും കഴുത്തിന് മേൽ തലയില്ലാതെ നടക്കുകയല്ല. എല്ലാവരും നല്ല അന്തസ്സായി ജീവിക്കുന്നുണ്ട്. പിന്നെ നിനക്ക് മാത്രം എന്തേ പേടി? അലീന, പേടിച്ചിട്ടല്ല. പിന്നെ ഭയന്നിട്ടാണോ? നിനക്കിതൊക്കെ തമാശയായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മൾ തമ്മിൽ നേരത്തെ അങ്ങനെ ഒരു പരിചയമോ സൗഹൃദമോ ഒന്നും ഉണ്ടായിരുന്ന കാര്യം ഞാൻ മാളുവിനോട് പറഞ്ഞിട്ടില്ല. മാളുവിനോട് മാത്രമല്ല, മമ്മിയോടും. ഇനിയിപ്പോ അപ്പു അങ്ങാനും പറഞ്ഞ് മാളു മമ്മി അറിയുകയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു കള്ളനാവും. ഓ, അപ്പോഴും സ്വന്തം ഇമേജ് സംരക്ഷിക്കുന്നല്ലേ നിനക്ക് താല്പര്യം? അപ്പൊ എന്നെ അപ്പു പരസ്യമായി ഇൻസൾട്ട് ചെയ്താലോ? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോണോന്ന് പറയാൻ അവൻ നിന്റെ ആരാ? ഭാര്യ സഹോദരനോ അതോ ഭാര്യയുടെ മുറച്ചെറുക്കനോ? ഒന്നും അല്ലല്ലോ, വേറെ ഒരു ഫ്രണ്ട്. യെസ്, ഞാൻ പറഞ്ഞതാ ശരി, വേറെ ഒരു ഫ്രണ്ട്. പിന്നെ ഒരുമിച്ച് ജനിച്ചതിന്റെയും കളിച്ചതിന്റെയും വളർന്നതിന്റെയും ഒക്കെ കണക്ക് പറഞ്ഞ് ആ ഫ്രണ്ട്ഷിപ്പിനെ അങ്ങ് ചന്ദനം പൂശി എടുക്കല്ലേ. എത്ര ചന്ദനം പുതപ്പിച്ചെടുത്താലും അകത്ത് ചീഞ്ഞ കേസ് തന്നെയാണേ. ദേ, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ടിപ്പോ? എന്തിന്? ഇനി അപ്പു അഥവാ മാളുവിനോടും മമ്മിയോടും ഈ വിവരം പറയുകയാണെങ്കിൽ നീ അതങ്ങ് സമ്മതിച്ചേക്കണം. എന്തുകൊണ്ടാണ് ഈ കാര്യം നേരത്തെ പറയാത്തതെന്ന് ചോദിച്ച് മാളു വഴക്കിന് വന്നാ സത്യം പറഞ്ഞാ മാളു കുറെ കൂടി പൊസസീവ് ആകുമെന്നും അത് തനിക്ക് താങ്ങാനാവില്ലെന്നും പേടിച്ചിട്ടാണ് ഇതൊക്കെ ഒളിച്ചതെന്നും പറയണം. അപ്പോ മിസ്സസിന്റെ മുന്നിൽ കുറച്ചും കൂടി ലവിങ് ആൻഡ് കെയറിംഗ് ഹസ്ബൻഡിന്റെ പട്ടവും കിട്ടും. എന്നാലും നീ അപ്പുവിനോട് നമ്മുടെ ഹിസ്റ്ററി പറയണ്ടായിരുന്നു. അഥവാ പറയണമെങ്കിൽ തന്നെ അതിനു മുമ്പ് നിനക്ക് എന്നോടൊന്ന് ആലോചിക്കാമായിരുന്നു. മോനെ, അപ്പൊ ഞാൻ ഇമോഷണലി അല്പം ചീഞ്ഞു നിൽക്കായിരുന്നു. അവനാണെങ്കിൽ എന്റെ മുന്നിൽ മാളുവിന്റെ നിന്റെ ലോക്കൽ ഗാർഡിയൻ കളിച്ചു നിൽക്കേ. കേറ്റുപിടിക്കാൻ ഞാൻ ഈ ഒരൊറ്റ വഴിയെ കണ്ടുള്ളൂ. അതിനിടയ്ക്ക് ഫോൺ കുത്തിപ്പിടിച്ച് വിളിച്ച് നിന്നോട് അനുവാദം ചോദിക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. അതിന്റെ ആവശ്യമുണ്ടെന്നും തോന്നിയില്ല. നീ വിഷമിക്കണ്ട. കൂടുതലും മൂപ്പിച്ച മാളു അപ്പുമായുള്ള റിലേഷൻ നിനക്ക് ഇഷ്ടമല്ലെന്നുള്ള ട്രംപ് കാർഡ് എടുത്തങ്ങ് വീശിയേക്കണം. അതോടെ അവള് ഡിഫൻസിലാവും. മനസ്സിലായോ? മുരളി എന്നത്തേക്ക് വരുമെന്ന് വല്ലതും വിളിച്ചപ്പോ പറഞ്ഞു അശ്വതി? ഇനിയും 3-4 ദിവസം എടുക്കുന്ന മുരളിയേട്ടൻ പറഞ്ഞത്. 2-3 ദിവസത്തിനകം തിരിച്ചു വരുമെന്നല്ലേ പറഞ്ഞിട്ട് പോയത്? പിന്നെന്താ ഇത്രയും വൈകുന്നത്? പോയ കാര്യം ഒരു വലിയ പ്രോജക്റ്റ് ആമേ. നടന്ന അവരുടെ കെയർ ഓഫിൽ തന്നെ ഇനിയും വലിയ വലിയ പ്രോജക്റ്റുകൾ ഉണ്ടാവുന്ന മുരളിയേട്ടൻ പറയുന്നത്. ഇതുവരെ മുരളിയേട്ടൻ കൊടുത്ത എസ്റ്റിമേറ്റിൽ കുറച്ച് വേറെ ആരും കോട്ട് ചെയ്തിട്ടില്ലെന്ന്. ചിലപ്പോൾ അത് നടന്നേക്കും. ഓ, അത്യാവശ്യം സമ്പാദിക്കാനുള്ള വർക്കൊക്കെ മുരളിക്ക് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെന്തിനാ വല്ല നാട്ടിലും പോയി കഷ്ടപ്പെടുന്നത്? താൻ ചത്ത് മീൻ പിടിച്ചിട്ട് കാര്യം എന്താ? കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അതിനുവേണ്ടി വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടണോ? ഞാനും അതൊക്കെ ചോദിച്ചതാ. പക്ഷേ ആരോഗ്യമുള്ള കാലത്തല്ലേ ഇതൊക്കെ പറ്റുള്ളൂ എന്നാ മുരളിയേട്ടൻ പറയുന്നത്. ആ, അതൊരു ശരിയാ. മാളു എന്താ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് മുരളിയേട്ടൻ ഇപ്പോഴും ചോദിച്ചു. എന്നിട്ട് നീ എന്തു പറഞ്ഞു? എന്തു പറയാനാ, അപ്പുവിന്റെ കാര്യത്തിന് വേണ്ടി നിൽക്കുവാന്ന് ഞാൻ പറഞ്ഞു. ആ, തൽക്കാലം അങ്ങനെ പറഞ്ഞാ മതി. പക്ഷെ എത്ര നാളെന്ന് പറഞ്ഞാ മുരളിയേട്ടൻ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു തീർപ്പാകുമെന്ന് വിചാരിച്ചതാ. അതും വെറുതെയായി.